പൂരം എന്ന് പറഞ്ഞാൽ ഇതോടത്ത് പൂരത്തിന് ഒരു ദുരന്തം ഉണ്ടായിരുന്നത് ശരിയാണ്. അതിൻ്റെ ഒരു വിഷാദ നിഴലിലാണ് നമ്മൾ പൂരം ആഘോഷിക്കുന്നത്. പക്ഷെ എന്ത് വെച്ചിട്ട് പൂരം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. പൂരം എന്നല്ല, ഏത് പൂരം ഏത് പെരുന്നാളും മനുഷ്യൻ നമ്മളൊരു ഐക്യം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എങ്കിലും ഈ പൂരങ്ങളും പെരുന്നാളുകളും ഫെസ്റ്റിവലുകളും ഒക്കെ നടക്കണം. കാരണം അതിൽ വരുന്ന മനുഷ്യർക്ക് പരസ്പരം ഒരു ഭൗതികമായിട്ട് ഫിസിക്കലായിട്ടൊരു ഐക്യം ഉണ്ടാവും. ആ ഐക്യം ക്രമേണ മാനസിക ഐക്യമായിട്ട് രൂപപ്പെടും. അങ്ങനെ അത് മനുഷ്യർ തമ്മിലുള്ള വലിയ ഐക്യത്തിന് വഴി തുറക്കുന്ന ഒരു സാംസ്കാരിക ഉദ്യമമാണ് തൃശ്ശൂർ പൂരം. ഈ പൂരം ആര് വേണ്ടെന്ന് പറയുന്നു അവരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെടിക്കെട്ടിന് അപകടം അതിന് നമ്മളെ എന്താ ഇനി അത് തടയാൻ ചെയ്യുക? ഭയങ്കര ശബ്ദമുള്ള വെടിക്കെട്ടിന് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. അങ്ങനെ തീരുമാനിച്ചിട്ട് ഇതിൻ്റെ ഈ എന്താ പറയുക ദോഷവശങ്ങളെ പരമാവധി കുറച്ചുകൊണ്ട് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ വലിയ ഐക്യം പൂരം നിർവഹിക്കുന്നുണ്ട്. അതിന് ഊന്നൽ കൊടുത്തത് ഇപ്പോൾ അമേരിക്കയും മറ്റേ ഇസ്രായേലും കൂടി ഇവിടേക്ക് ബോംബ് വിടുക, വലിയ വലിയ മിസൈൽ വിടുക അവിടേക്ക് ഇറാനിലേക്ക്. മനുഷ്യ അടുത്ത് നിൽപ്പോരനുചര നോക്കാൻ അക്ഷികളില്ലാത്ത കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യങ്ങളുള്ളവർ പറഞ്ഞിട്ടുണ്ടാടി. അപ്പോൾ നമ്മളെ അനുജനാണോ അനുജിത്യാണോ എന്ന് നമുക്കൊരു ചിന്തയുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രക്കാരനോ ഏത് രാഷ്ട്രീയക്കാരനോ ഏത് മതക്കാരനോ ഏത് ജാതിക്കാരനോ ആയിക്കോട്ടെ, ദൈവത്തിൻ്റെ സന്തതികളാണ്, അതിന് വ്യത്യാസമില്ല. അത് ഇല്ലാതെ കണ്ട് കാണിക്കുന്ന ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളെ ശാസ്ത്രത്തിൻ്റെ കുറ്റമല്ല, മനുഷ്യൻ്റെ കുറ്റം അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യരുടെ മനസ്സാണ് നന്നാവേണ്ടത്. മനുഷ്യരുടെ മനസ്സിനെ ഈശ്വരാഭിമുഖമാക്കി തിരിച്ച് അവൻ്റെ മനസ്സിന് മാർദ്ദവം ഉണ്ടാക്കാനാണ്, മൃദുത്വം ഉണ്ടാക്കാനാണ് പൂരങ്ങൾ. പഞ്ചമഞ്ചത്തിലെ ഒരു ഉപകരണത്തിൻ്റെ പേര് മർദ്ദളം എന്നാണ്. ശരിക്കും മദ്ദളം പിന്നെ വന്നത് മർദ്ദളം. മർദ്ദിച്ച് പൊറോട്ടയ്ക്ക് മാവ് കഴിക്കുന്ന പോലെ അത് മൃദുവാവും. അതുപോലെ മനുഷ്യൻ്റെ മനസ്സ് മൃദുവാകുമ്പോൾ അവന് മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പോകുന്നില്ല. അതാണ് പൂരത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് പൂരം വേണം വേണം വേണം.